രാഷ്ട്രീയ പ്രശ്നം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഇത് നടത്തുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് നീറ്റ് പരീക്ഷ. ഇതിലൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ നെറ്റടിച്ചാൽ 1989 ഫസൽ ഗഫൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ സ്റ്റേറ്റ്സ് ഓഫ് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആൻഡ് കേരള കേസ് കൊടുത്തിരുന്നു. അത് പ്രകാരം ആണ് അന്ന് PGക്കും സൂപ്പർ സ്പെഷ്യാലിറ്റിക്കും ഓൾ ഇന്ത്യ എൻട്രൻസ് വരുന്നത്. അപ്പൊ ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമല്ല, നമ്മുടെ റോൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? നീറ്റ് പരീക്ഷ. ഞങ്ങളുടെ ഒരു അഭിപ്രായം ആദ്യം തന്നെ പറയാം. ഞങ്ങളുടെ അഭിപ്രായത്തിൽ നീറ്റ് സമ്പ്രദായം തന്നെ എടുത്ത് പറയണം. അത് സ്റ്റാലിൻ പറയുന്നതാണ് ശരിക്ക്. കാരണം ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ഇത് എമർജൻസി കാലഘട്ടത്തിൽ സ്റ്റേറ്റ് നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ എടുത്ത് കൺകറന്റ് ലിസ്റ്റിൽ കൊണ്ടുപോയിട്ട് അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റി? ഇപ്പൊ കേന്ദ്രം എല്ലാത്തിലും ഇടപെടുകയും കോടതികൾ എല്ലാത്തിലും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നീറ്റ് എടുത്ത് കളയണമെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇപ്പൊ വളരെ വ്യക്തമായി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്തൊക്കെയാണ് നടക്കുന്നത്? നീറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ്, ആളുമാറാട്ടം, മനസ്സിലായി, അങ്ങനെ എല്ലാ സാധനങ്ങളും നടന്നുകൊണ്ടിരിക്കുക. അതിപ്പോ ഇപ്പോഴല്ലേ പുറത്തു വന്നത്, ഇത് മുമ്പുണ്ട്, പക്ഷെ തെളിയിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് വലിയ മികച്ച മെഡിക്കൽ കോളേജുകളുള്ള സ്ഥലമാണ് കേരളം. അപ്പൊ കേരളത്തിൽ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ട എല്ലാവരും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത ഒരു കുട്ടി, ഒരു മലപ്പുറം ജില്ലയിലെ ഒരു കുട്ടി, അല്ലെങ്കിൽ മലപ്പുറം തിരുവനന്തപുരം ജില്ലയിലെ ഒരു കുട്ടി ആസാമിൽ പോയി പഠിക്കണം, അല്ലെങ്കിൽ ഒറീസയിൽ പോയി പഠിക്കണം. അത് എന്തിനു പഠിക്കണം എന്ന് എനിക്കറിയണം. കാരണം അവിടെയൊക്കെ മെഡിക്കൽ കോളേജുകൾ പോയി. അപ്പൊ പണ്ട് മെഡിക്കൽ കോളേജുകൾ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് ഇഷ്ടംപോലെ മെഡിക്കൽ കോളേജ് എല്ലാ ഉത്തർപ്രദേശിലും ബീഹാറിലും ഓരോ ഡിസ്ട്രിക്റ്റിലും മെഡിക്കൽ കോളേജ് തുടങ്ങിയവര്. അപ്പൊ ആ നിലക്ക് ഈ ഓൾ ഇന്ത്യ കോട്ട എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഒരുപാട് പ്രയാസങ്ങൾ. അവർക്ക് അവിടെ പോയി താമസിക്കണം, ഭക്ഷണം, ദൂര എത്ര യാത്ര ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു ഓൾ ഇന്ത്യ കോട്ട അന്വേഷിച്ചുമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഓൾ ഇന്ത്യ കോട്ട എടുത്തു കളഞ്ഞുകൊണ്ട് ഈ നീറ്റ് പരീക്ഷ കേരള ഗവൺമെന്റ് നടത്തണം, അത് സംസ്ഥാന ഗവൺമെന്റുകൾ നടത്തണം. അതിനോട് ചേർന്നുകൊണ്ടാണ് ഇപ്പോ വെസ്റ്റ് ബംഗാളും നമ്മുടെ തമിഴ്നാടും ഒക്കെ നിലനിൽക്കുന്നത്. അതിൽ കേരള ഗവൺമെന്റ്, എനിക്ക് ദുഃഖമുണ്ട്, കേരള ഗവൺമെന്റ് ഇതിലൊരു ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നില്ല. ഇങ്ങനത്തെ പല കാര്യങ്ങളും വരുമ്പോൾ ഒരു ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം. ഞാൻ മീറ്റിംഗിന് പോയി, ഒരു പരിപാടിക്ക് പോയപ്പോ SFI പറയുന്നത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് കാണുന്നത്. പക്ഷെ കേരള ഗവൺമെന്റ് ഒരു തീരുമാനം അറിയിക്കണ്ടേ? ആ ഗവൺമെന്റ് തീരുമാനം അറിയിക്കുകയും അത് കോടതിയെ അറിയിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. ഈ സാഹചര്യങ്ങൾ പഴയ സാഹചര്യമല്ല. 30-40 കൊല്ലം കഴിഞ്ഞു ആദ്യത്തെ നീറ്റ് പരീക്ഷയൊക്കെ വന്നതിന് ശേഷം. അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂല. ഞങ്ങളൊക്കെ പുറത്തൊക്കെ പഠിച്ചവരാണ്, അവിടെയൊക്കെ 10 ആൾമാറാട്ടം നടക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, പാസ്സായി പോയ ഒരു കുട്ടിയാണ് ഗുജറാത്തിൽ നിന്ന് അവിടെ പോയിട്ട് ബീഹാറിലെങ്ങാണ്ടും പോയിട്ട് പരീക്ഷയ്ക്ക് അപ്പിയറിയും. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ മധ്യപ്രദേശിന്റെ ഇന്റേണൽ മറ്റേ ഇതല്ലാത്തൊരു സ്ഥലത്ത്, വളരെ വിജനമായിട്ടുള്ള സ്ഥലത്ത് ഒരു നീറ്റ് പരീക്ഷ നടത്തുന്നത് എന്തായിരിക്കും? മാത്രമല്ല, നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവിടെ ഒരു തരത്തിലുള്ള ക്യാമറ സംവിധാനങ്ങളോ ഇൻവിജിലേഷൻ സംവിധാനമോ അങ്ങനത്തെ ഒരു സാധനമൊന്നുമില്ല. നിങ്ങൾ മുമ്പ് കണ്ടാണല്ലോ, ഇതിൽ കയറ് വെച്ച് കയറിയിട്ട് ബീഹാറിൽ കോപ്പിയടി നടക്കണം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ബീഹാർ പരീക്ഷകളെ എടുത്തു കളഞ്ഞു. അപ്പൊ തന്നെ വീണ്ടും ബീഹാർ തന്നെയാണല്ലോ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതെല്ലാം തുടരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കത് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ള നിലയ്ക്ക് കേരള ഗവൺമെന്റ് ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കും. അതാണ് ഫസ്റ്റ് നീറ്റിനെ പറ്റി.